അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. ഭരതകുലഭാഗ്യകലികേ ഭാവരസാനന്ദ പരിണതാകാരേ ജഗദേക മോഹനകലേ ജയ ജയ രംഗാദേ ദേവദേ ദേവി. അഭയാംബികയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല പല ഐതിഹ്യങ്ങളും പ്രചരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേട്ടുകേൾവിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കലൊരു വൃദ്ധൻ അസമയത്ത് കിള്ളിയാറിന്റെ തീരത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നു. കുത്തൊഴുക്കുള്ള കിള്ളിയാറ് കണ്ട് ഭയപ്പെട്ടു നിന്ന ബാലിക തന്നെ അപ്പുറത്തേക്ക് കടത്തുവാൻ വേണ്ടി വൃദ്ധനോട് ആവശ്യപ്പെട്ടു. പെൺകുട്ടിയെ ആറു കടത്തുകയും വീട്ടിലേക്ക് എത്തിക്കുവാനും മുതിർന്ന വൃദ്ധനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി വഴിമധ്യേ അപ്രത്യക്ഷയായി. പിന്നീട് ആ വൃദ്ധന്റെ സ്വപ്നത്തിൽ ആ ബാലിക പ്രത്യക്ഷപ്പെടുകയും കിള്ളിയാറിന്റെ തീരത്ത് താൻ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഒരു അമ്പലം പണിയാവാനും ആവശ്യപ്പെട്ട് അപ്രത്യക്ഷയായി. അങ്ങനെ ആ വൃദ്ധന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആറ്റുകാൽ ക്ഷേത്രം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. 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 അമ്മേ ശരണം, ദേവി ശരണം. ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലെയും ഒരു അനുഷ്ഠാനമാണ് കുത്തിയോട്ടം. ഇത്തവണ കുത്തിയോട്ട വ്രതമെടുത്ത് 875ഓളം ബാലന്മാരാണ് ആറ്റുകാൽ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ദേവിയുടെ പടയാളികൾ എന്ന ഐതിഹ്യത്തിൽ ഇനിയുള്ള നാളുകളിൽ ദാസന്മാരായി ബാലന്മാർ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ കഴിയും, ദേവിയുടെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുവാൻ. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായൊരു ചടങ്ങാണ് കുത്തിയോട്ടം. ഈ വർഷം ക്ഷേത്രത്തിൽ ഇതുവരെ 875ഓളം ബാലന്മാരാണ് വ്രതമെടുത്ത് ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. 6 വയസ്സു മുതൽ 12 വയസ്സുവരെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ടത്തിന് വ്രതമെടുക്കുന്നത്. പൊങ്കാല മഹോത്സവം തുടങ്ങി 3-ാം ഉത്സവ ദിവസം രാവിലെ 9 മണി മുതലാണ് കുത്തിയോട്ട വ്രതം ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം. ദേവിക്കായി ബാലന്മാർ വ്രതമെടുക്കാൻ തയ്യാറായി ക്ഷേത്രനടയിൽ എത്തുന്നു. 7 പൊൻപണം നേർച്ചയായി സമർപ്പിച്ച് ബാലന്മാർ ദേവീപ്രീതിക്കായി പ്രാർത്ഥിക്കും. തുടർന്ന് ക്ഷേത്രകുളത്തിൽ കുളിച്ചു കയറുന്നതോടെ കുത്തിയോട്ട വ്രതത്തിന് തുടക്കമായി. തുടർന്ന് ഓരോ ഉത്സവ ദിവസവും ബാലന്മാർക്ക് നമസ്കാരമുണ്ടാകും. ഏകദേശം 1008 നമസ്കാരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ദേവീ പടയാളികളായി ബാലന്മാർ മാറുകയാണ്.
വ്രതമെടുക്കുന്ന ബാലന്മാർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണവും താമസ സൗകര്യവും മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ. ആദ്യകാലങ്ങളിൽ ഓലക്കീറിലും പായലിലും കിടന്നുറങ്ങിയിരുന്ന ബാലന്മാർക്ക് ഇപ്പോൾ കാലത്തിന്റെ കുതിച്ചോട്ടത്തിൽ എയർ കണ്ടീഷൻ റൂമുകളും മറ്റു നൂതന സൗകര്യങ്ങളും എത്തിച്ചു നൽകുന്നുണ്ട്. സ്വന്തം വീടുകളിൽ നിന്നും ലഭിക്കുന്ന അതേ മെച്ചപ്പെട്ട സേവനങ്ങൾ തന്നെ ബാലന്മാർക്കായി ട്രസ്റ്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ. രാവിലെ കഞ്ഞിയും പയറുമാണ് ബാലന്മാർക്കുള്ള ഭക്ഷണം. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് ഉണ്ണിവയറുകൾ നിറയ്ക്കുക. തുടർന്ന് രാത്രിയിൽ കരിക്ക്, അവൽ, പഴം തുടങ്ങിയ ലഘുഭക്ഷണവും ഒരുക്കി നൽകുന്നുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണം അന്നത്തെ ഉത്സവ നടത്തിപ്പുകാരുടെ വകയാണ്. 9ാം ഉത്സവ ദിവസം പൊങ്കാല നേദ്യത്തിനു ശേഷം മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. തുടർന്ന് ദേവിപ്രീതിക്കായുള്ള ചായ ഒരുക്കങ്ങൾ തുടങ്ങുകയായി. കുത്തിയോട്ട ബാലന്മാരെ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരായാണ് കണക്കാക്കുന്നത്. അതിന്റെ സൂചനയായി ഇവരുടെ ഇടുപ്പിൽ ചെറിയ ഒരു മുറിപ്പാടുണ്ടാക്കുകയും ചെയ്യും. ആറ്റുകാൽ ഭഗവതിയുടെ തിരുനടയിൽ ദിവസങ്ങളോളം ദേവിയുടെ ഭടന്മാരായി കഴിയുന്നത് തന്നെയാണ് ബാലന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി. കുത്തിയോട്ടം കൺവീനർ ശ്രീ പി കെ കൃഷ്ണൻ നായർ കൗമുദി ടിവിയോട് സംസാരിച്ചു. ഈ വർഷത്തെ കുത്തിയോട്ടം എന്ന് പറയുന്നത് എണ്ണം പിന്നെ 878 എണ്ണം. അത് 878 എണ്ണം ഉണ്ട്. ക്യാൻസലേഷനൊന്നും ഇല്ലാതെ തന്നെ 878 എണ്ണം ഉണ്ട്. അത് 6 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. സാധാരണ 3ാം ഉത്സവ ദിവസം 9 മണിക്കാണ് ഇവിടെ കുത്തിയോട്ടം വ്രതം ആരംഭിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയണത് 7 രൂപ, അത് പള്ളിപ്പലകയിൽ രൂപ വെച്ച്, എന്ന് വെച്ചാൽ ദേവിക്ക് 7 രൂപ പള്ളിപ്പലകയിൽ വയ്ക്കും. പള്ളിപ്പലകയിൽ 7 ഒറ്റ രൂപ നാണയം. പിന്നെ കുട്ടിയെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒറ്റ തോർത്തും ഈ 7 രൂപയും മാത്രം കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ബാലന്മാരെ കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് നമ്മുടെ പള്ളിപ്പലകയിൽ പൈസ വച്ച് 7 രൂപ 7 ഒറ്റ രൂപ നാണയം വച്ച് ദേവിയുടെ ദാസന്മാരായിട്ട് അല്ലെങ്കിൽ ഭടന്മാരായിട്ട് ഇവിടെ 7 ദിവസം വ്രതം ഇരിക്കേണ്ടി വരും. 7 ദിവസം വ്രതം ഇരിക്കണം. വ്രതം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ ബ്രാഹ്മണന്മാരാണ് അവർക്ക് ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്നത്. 1008 നമസ്കാരമുണ്ട്. എല്ലാം ഈ 7 ദിവസമായിട്ട് ഈ പൊങ്കാലയുടെ അന്ന് വരെ, ഈ 3ാം ഉത്സവം തൊട്ട് പിന്നെ 9ാം ഉത്സവം വരെ 1008 നമസ്കാരമുണ്ട്. അത് ഈ ബാലന്മാർ 1008 നമസ്കാരം ഈ 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പിന്നെ അവർ സാധാരണ മുമ്പിലൊക്കെ ഈ ഓലക്കീറിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ അതൊന്നും നടക്കാത്തതുകൊണ്ട്, കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ നിലവാരം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ പായും AC ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ, കാരണം ഞാൻ വീട്ടിൽ നോക്കുന്നതിനേക്കാളും വളരെ നല്ല രീതിയിലാണ് ആ ബാലന്മാരെ നോക്കുന്നത്. രാവിലെ കഞ്ഞിയും പയറും ആണ്. അത് കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയല്ല, അത് ചോറുമല്ല കഞ്ഞിയല്ലാത്ത വിധത്തിലുള്ള ഒരിതാണ്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുക്കുന്നത്. വൈകിട്ട് അന്നത്തെ ഈ ഉത്സവക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറപ്പ് നടത്തുന്ന ആൾക്കാർ, പാട്ടുകാരെന്ന് പറയും, അവർ കൊടുക്കുന്ന അവല്, പഴം, കരിക്ക്, ഇതാണ് രാത്രിത്തെ ഭക്ഷണം. ഇതിനിടയ്ക്ക് ഈ മുന്തിരിങ്ങ, ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കാറുണ്ട്. എന്നിട്ട് 9ാം ഉത്സവം എന്ന് വെച്ചാൽ 8ാം ഉത്സവം വരെ ഇവർക്ക് ഈ ആഹാരം കൊടുക്കുള്ളൂ. 9ാം ഉത്സവത്തിൻ്റെ അന്ന് പൊങ്കാല അടുപ്പി തീ കത്തിച്ച് പൊങ്കാല തിളച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക്, പൊങ്കാല നേദിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക്
ഭക്ഷണം കൊടുക്കാറുള്ളൂ. പൊങ്കാല നയിച്ചതിന് ശേഷം വീണ്ടും 2-3 നമസ്കാരമുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം ഇവരെ ഞങ്ങൾ ചമയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരെ നേരെ ഇവിടെ ചമയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കിരീടം ബാക്കിയുള്ള എല്ലാം ചമയത്തോടുകൂടി, അതായത് ഒരു ഭടന്മാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലപ്പൊലിക്ക് എങ്ങനെയാണോ ചമയിക്കുന്നത് അതേമാതിരി കുത്തിയോട്ടം ചമയിച്ച് മേളത്തോടുകൂടി ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 7 പേരാണ്. ഈ 7 പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. അതിന് ഒരു മേളവും ഒരു ഗ്രൂപ്പ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഈ 878 കുത്തിയോട്ടത്തിന് അത്രയും ഗ്രൂപ്പുണ്ട്. അത് നമ്മൾ സാധാരണ ചമയിച്ച് നടയിൽ കൊണ്ടുവന്ന് പ്രതീകാത്മകമായി ചൂരൽ കുത്തുക എന്നുള്ള ഒരിതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഈ ചൂണ്ടയാണ്, വെള്ളി ചെറിയ ചൂണ്ട ചെറുതായിട്ട് ബാലന്മാരുടെ ദേഹത്ത് ഇങ്ങനെ മുറിവേൽപ്പിച്ച് ഇങ്ങനെ വെച്ച് എന്നിട്ട് രക്ഷകർത്താക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് ദേവിയുടെ കൂടെ മുൻപേ അകമ്പടി സേവിച്ച് മുറിവേറ്റ ഭടന്മാരായിട്ടാണ് നമ്മളിത് കാണുന്നത്. ദേവിയുടെ ഇത് പ്രൊസഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മണക്കാട് ശാസ്താംകോവിൽ വരെ പോകും. മണക്കാട് ശാസ്താംകോവിൽ വരെ പോയി അവിടെ ദേവിയെ ഇറക്കി പൂജയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചിവിടെ വന്ന് ചൂരൽ ഇളക്കി 2 വെറ്റ എല്ലാം വച്ച് കെട്ടി ചൂരലിളക്കി. അപ്പോൾ ഈ വേദനയും കാണൂല, ഒന്നും കാണൂല. കാരണം ചൂരലിളക്കി നമ്മൾ രക്ഷകർത്താക്കളോട് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികളെന്ന് പറയുന്നത് ഇവിടെ ഇത് കഴിഞ്ഞാൽ സാറിന് ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രം ഈ കുട്ടികൾക്ക് വളരെയധികം ആരോഗ്യം, കാരണം യാതൊരുവിധ പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടാവേയില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാനിത് 3ാമത്തെ തവണയാണ് ഇത് കൺവീനർ ആവണത്. ഇത് ഇത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഏറ്റവും ഭാരിച്ച ഒരു ചുമതലയുള്ളതാണ്. കാരണം ഇത്രയും കുട്ടികളെ നോക്കുക, ബാക്കിയുള്ള മൊത്തം ചുമതലയും ഞങ്ങളുടെ ഒരു കമ്മിറ്റിക്കാണ്, ട്രസ്റ്റിൻ്റെ ഒരു കമ്മിറ്റിയാണ്. ഇപ്പം ഒരു 16 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതിൻ്റെ കൺവീനറാണ് ഞാൻ. പിന്നെ ഇവർക്ക് ഡോക്ടറുടെ സൗകര്യം, ഡോക്ടർ എന്ന് വെച്ചാൽ റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം കിട്ടും. 2 ഡോക്ടർ, 2 പീഡിയാട്രീഷ്യൻ, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, എല്ലാ സന്നാഹങ്ങളും ഉണ്ടാവും. ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ അത് ട്രീറ്റ് ചെയ്യാനും അത് എന്താണോ ചെയ്യണമെന്നുള്ളത് നോക്കും. പിന്നെ സാധാരണ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളെ ഞങ്ങൾ പ്രത്യേകം അവരുടെ രക്ഷകർത്താക്കളുടെ എന്താണോ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ടോ എന്താണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഞങ്ങളതും നോക്കുന്നുണ്ട്. പിന്നെ ഇത് നോക്കുന്നത് ഒരു ആശാരി കുടുംബക്കാരാണ്. ആശാരി മരപ്പണിക്കാരാണ് ഇതിൻ്റെ ഈ ചൂരൽ കുത്തുമൊക്കെ ഇവിടെ ചെയ്യുന്നത്. അത് മുമ്പ് മുതലേ അങ്ങനെയാണ്. അത് ഒരു 50-ഓളം പേര്, കാരണം 50ഓളം യുവാക്കൾ അത് നോക്കാനായിട്ട് വ്രതമെടുത്ത് ഇവരെ കൂടെ കാണും. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തു കൊടുക്കുന്ന സഹായം ചില്ലറയൊന്നുമല്ല. ദിവസങ്ങൾക്ക് മുൻപേ വൃത്തിയോടെയും ശുദ്ധിയോടെയും ചെയ്യുന്ന പൊങ്കാലയ്ക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ നഗരം മിനുക്കിക്കഴിഞ്ഞു. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം. 10 നാൾ നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ആറ്റുകാൽ ക്ഷേത്രാങ്കണം ഒരുങ്ങി. ഇനി ഇവിടേക്ക് ദേവപ്രീതി തേടിയുള്ള അണമുറയാത്ത ഭക്തപ്രവാഹമായിരിക്കും. സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ജില്ലാ ഭരണകൂടവും നഗരസഭയും ജനപ്രതിനിധികളുമെല്ലാം ഒത്തൊരുമിച്ച് ശ്രമിച്ചപ്പോൾ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പറപറന്നു. ഇന്നലെ വൈകിട്ടോടെ ക്ഷേത്ര പരിസരം ദീപാലങ്കാരങ്ങളാൽ കുളിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വിവിധ റോഡുകളുടെ ശോച്യാവസ്ഥയായിരുന്നു ഏറെ അലട്ടിയിരുന്ന പ്രശ്നം. ഉത്സവത്തിന് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വെടിപ്പാകുമെന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരികുമാറിന്റെ നേതൃത്വത്തിൽ ജോലികൾ തുടങ്ങി. 14 റോഡുകളിൽ 4 എണ്ണം കുട്ടപ്പനാക്കി. ശേഷിക്കുന്നവയുടെ ജോലികൾ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാവും. ക്ഷേത്രത്തിന് ചുറ്റും 5 കിലോമീറ്റർ പരിധിയിലുള്ള റോഡുകളും അതിനോട് ചേർന്നുള്ള ഓടകളുമാണ് നന്നാക്കിയത്. ജഗതി, ഇടപ്പഴഞ്ഞി, മാഞ്ഞാലിക്കുളം, SS കോവിൽ റോഡ്, കരമന, സോമൻ നഗർ റോഡ്, പുത്തൻതോട്, അമ്മൻകോവിൽ റോഡിലെ ഓട, കുളത്തറ കാലടി സൗത്ത് റോഡ്, കിള്ളിപ്പാലം, അട്ടക്കുളങ്ങര റോഡ്, ചിറമുക്ക്, അമ്പലത്തറ റോഡ്, അട്ടക്കുളങ്ങര തിരുവല്ലം റോഡ്, ചിറമുക്ക് തിരുവല്ലം റോഡ്, മണക്കാട് ആറ്റുകാൽ റോഡ്, പഴുതക്കാട്
ഫോറസ്റ്റ് ഓഫീസ് റോഡ്, മണക്കാട് കൊഞ്ചിറവിള റോഡ് എന്നിവയാണ് പൊതുമരാമത്ത് വകുപ്പ് നന്നാക്കുന്നത്. ഇതിനായി 59.40 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. കിള്ളിപ്പാലം ആറ്റുകാൽ, മണക്കാട് ആറ്റുകാൽ റോഡുകളുടെ പെയിന്റിംഗ്, മാർക്കറ്റിംഗ് ജോലികളും തീർന്നു. നഗരസഭാ മേയർ അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ മുഖം മിനുക്കൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിവതും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 11-നാണ് പൊങ്കാല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നേ ദിവസം എല്ലാ ക്രമീകരണങ്ങളും നഗരസഭ ഒരുക്കി കഴിഞ്ഞു. നഗരസഭ തന്നെ ഏകദേശം 5ഓളം മീറ്റിങ്ങുകൾ വിവിധ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വിളിച്ചു കൂട്ടിയിരുന്നു. ബഹുമാനന്യായ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 3000-ലധികം വരുന്ന തൊഴിലാളികളെ നഗരസഭ ക്ലീനിങ് ജോലിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യം വേണ്ടുന്ന ടാങ്കറുകൾ, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്ന കാര്യം, ഈ കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി നഗരസഭ ചെയ്തു തീർത്തിട്ടുണ്ട്. 11-ാം തീയതി എല്ലാ വർഷത്തേതും പോലെ വളരെ പെട്ടെന്ന് തന്നെ റെക്കോർഡ് വേഗത്തിൽ നഗരം ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നഗരസഭ സ്വീകരിച്ചു കഴിഞ്ഞു. ഇത്തവണ കുറെ കൂടി ശക്തമായി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾ ദയവായി സ്റ്റീൽ പാത്രവും അതുപോലെ തന്നെ സ്റ്റീൽ കപ്പുമായി കൂടി കയ്യിൽ കരുതേണ്ടതാണ്. ഇത് നഗരത്തിലെ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ വളരെ ശക്തമായി നടക്കുന്ന ഒരു പൊങ്കാല എന്ന നിലയിൽ കൂടിയാണ് ഇത്തവണത്തെ പൊങ്കാലയെ കാണുന്നത്. ഈ കാര്യത്തിൽ ക്ഷേത്രം ഭരണസമിതിയും നഗരസഭയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി തെരുവുവിളക്കുകളുടെയും മറ്റ് അത്യാവശ്യം വേണ്ട അറ്റകുറ്റപ്പണികളുടെ എല്ലാം തന്നെ പ്രവർത്തനം നഗരസഭ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ കുറ്റമറ്റ നിലയിൽ പൊങ്കാല നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമ്മേ